السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ലാഹിറായ അനുഗ്രഹങ്ങളുമുണ്ട്, ബാത്തിനായ അനുഗ്രഹങ്ങളുമുണ്ട്. ലാഹിറായ അനുഗ്രഹങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രകടമായത് അഥവാ ഭൗതികമായിട്ടുള്ള വിഭവങ്ങൾ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ വരുമാനം, കച്ചവടം, മക്കൾ, കുടുംബം, വീട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള അനുഗ്രഹങ്ങൾ. ബാത്തിനായ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈമാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ്, ഹിദായത്ത്, അതുപോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ ക്ഷമ, തവക്കുല്, അങ്ങനെയുള്ള അതുപോലെയുള്ള കാര്യങ്ങൾ. ഈ രണ്ട് നിഅമത്തുകളിലും ഏറ്റവും വിലപ്പെട്ടതും ഏറ്റവും ഉന്നതമായതും ബാത്തിനായിട്ടുള്ള നിഅമത്തുകളാണ്, അഥവാ ദീനിയായിട്ടുള്ള നിഅമത്തുകളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇസ്ലാം നൽകി എന്നുള്ളത് അള്ളാഹു നമ്മോട് കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. നമ്മളൊന്ന് പുറത്ത് നോക്കി എത്ര ആളുകളുണ്ട് പല മതങ്ങളിലായി, പല വിശ്വാസങ്ങളിലായി, പലതിനെയും ആരാധിച്ച്, ജീവനുള്ളതിനെയും ജീവനില്ലാത്തതിനെയും എന്ത് കാര്യത്തെയും ആരാധിച്ച്, അല്ലെങ്കിൽ അള്ളാഹുവിനെ നിഷേധിച്ച് നിരീശ്വരവാദത്തിലായി പലതരത്തിൽ ഒരർത്ഥവുമില്ലാത്ത ജീവിതം നയിക്കുന്ന, ചുരുക്കി പറഞ്ഞാൽ കന്നുകാലികളെ പോലെ ജീവിതത്തിനൊരു ലക്ഷ്യവുമില്ലാതെ ഉദ്ദേശവുമില്ലാതെ ജീവിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതിനിടയിൽ ഇസ്ലാം എന്നുള്ള അനുഗ്രഹം അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ശ്രേഷ്ഠതയും അതിന്റെ മഹത്വവും നമ്മൾ മനസ്സിലാക്കണം. സൂറത്തുൽ അംബിയായിലെ 10-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുക്കും അഫലാ തഅഖിലൂൻ. ഇതാ നാം നിങ്ങൾക്ക് ഒരു കിതാബ് ഇറക്കിയിരിക്കുന്നു, ആ കിതാബിൽ ഫീഹി ദിക്റുക്കും, ഇവിടെ ദിക്റുക്കും എന്നുള്ളതിന്റെ തഫ്സീറിൽ ഉലമാക്കൾ പറഞ്ഞു ഫീഹി ശറഫുക്കും, ഈ കിതാബിൽ അഥവാ ഈ ദീനിൽ, അത് കിതാബ് ഉൾക്കൊള്ളുന്ന ഈ ദീനിൽ, അതിലാണ് നിങ്ങളുടെ ഷറഫുള്ളത്, നിങ്ങളുടെ ശ്രേഷ്ഠതയുള്ളത്, നിങ്ങളുടെ മഹത്വമുള്ളത്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം കാണാം. ഈ ഇസ്ലാമിന്റെ മഹത്വം നമുക്ക് അറിയിച്ചു തരുന്ന അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്ക്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം ബൈത്തുൽ മഖ്ദിസ് കീഴടക്കുന്നത്. ബൈത്തുൽ മഖ്ദിസ് അന്ന് അഹ്ലുൽ കിതാബിന്റെ കയ്യിലായിരുന്നു. അത് കീഴടക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിൽ സൈന്യ നേതൃത്വം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനായിരുന്നു. അങ്ങനെ ആ ബൈത്തുൽ മഖ്ദിസിലെ കാര്യങ്ങൾ നോക്കിയിരിക്കുന്ന പാതിരി പറയുകയുണ്ടായി, കീഴടക്കിയപ്പോൾ ഞാൻ ഇതിന്റെ താക്കോൽ ഖലീഫക്ക് നേരിട്ട് നൽകാം എന്ന് പറഞ്ഞു. അങ്ങനെ അത് എഴുതി അറിയിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇന്നത്തെ ഫലസ്തീനിലേക്ക്, ഷാമിലേക്ക് യാത്ര തിരിച്ചു. ഖലീഫ വരികയാണ്. അപ്പോ അബൂബൈദ റളിയല്ലാഹു അൻഹു മുസ്ലിം സൈന്യവുമുണ്ട്, പിന്നെ ആ നാട്ടിലുള്ള അഹ്ലുൽ കിതാബിൽപ്പെട്ട ആളുകളുമുണ്ട് ഈ ചാവി നൽകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബൈത്തുൽ മഖ്ദിസിന്റെ അടുക്കിലേക്ക് പ്രവേശിക്കുന്ന വഴിയിൽ ഒരു വെള്ളം ഒഴുകുന്ന, ഒരു ചെറിയ വെള്ളം ഒഴുകുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ എത്തിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഒരൊട്ടകപ്പുറത്താണ് വരുന്നത്. ആ ഒരു പെണ്ണൊട്ടകപ്പുറത്ത്, നാഖത്ത് എന്ന് തന്നെ റിവായത്തിൽ കാണാം. അതിൽ നിന്ന് താഴെ ഇറങ്ങി ഉമർ റളിയല്ലാഹു അൻഹു അതിന്റെ കടിഞ്ഞാൻ പിടിച്ച് നടന്നു വരികയാണ്. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അതിന്റെ കാലിൽ, ഉമർ റളിയല്ലാഹുവിന്റെ കാലിലുള്ള ഷൂസ് പോലെയുള്ള കാലിനിടുന്ന വസ്ത്രം ഊരി അത് തോളിലിട്ടിട്ട്
ഒട്ടകത്തിന്റെ കടിഞ്ഞാനും പിടിച്ചിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഒരു ഇസ്ലാമിക ഭരണത്തിന്റെ ഉമറിന്റെ കാലത്തിലാണ് ഇസ്ലാം ഏറ്റവും അധികം വ്യാപിച്ചിട്ടുള്ള ഒരു കാലം. ഇന്ന് കാണുന്ന യൂറോപ്പും സ്പെയിനും അതുപോലെയുള്ള പല പ്രദേശങ്ങളും കീഴടക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നത്. അങ്ങനെ ഉമർ റളിയല്ലാഹു വരുന്ന കണ്ടപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന് അത് അത്ര ഒരു വിഷമം തോന്നി. കാരണം ഒന്നുകൂടി ഒരു മഹത്വത്തിലോ ഒന്നുകൂടി ഗാംഭീര്യത്തിലൊക്കെ വന്നിരുന്നെങ്കിൽ എന്ന നിലക്ക് തോന്നി. അപ്പം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, യാ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവേ, അൻത തഫഅലു ഹാദാ, നിങ്ങൾ ഇങ്ങനെയാണോ വരുന്നത്, നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യുന്നത്? തഖ്ലുഹു ഖുഫൈക് വതളഉഹുമാ അലാ ആതിഖിക്, നിങ്ങളുടെ കാലിലെ ആ ഷൂസ് പോലെയുള്ള ഖുഫകൾ ഊരി അത് നിങ്ങൾ തോളിലിട്ട്, വതഖുദു ബിസിമാമി നാഖതിക്, നിങ്ങൾ ഒട്ടകത്തിന്റെ കടിഞ്ഞാണും പിടിച്ചിട്ട് ആണോ ഈ വെള്ളം കടന്നു വരുന്നത് എന്ന് പറഞ്ഞു. അപ്പോ ഒന്നുകൂടിയും ഗാംഭീര്യത്തിൽ നിങ്ങളെ ഒന്നുകൂടിയും മഹത്വപ്പെടുത്താൻ ആളുകള് ഈ നാട്ടിലെ ആളുകൾക്ക് നിങ്ങളോടൊരു മഹത്വം തോന്നാൻ, ഒരു ഗാംഭീര്യം തോന്നാൻ അത് സാധിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി, ഔ ലൗ യഖൂലു ദാ ഗൈരിക് അബാ ഉബൈദ ജഅൽതുഹു നകാലൻ ലിഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലുമാണ് ഇതെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് വേണ്ടി ഞാൻ ശിക്ഷ നടപ്പിലാക്കുമായിരുന്നു എന്ന് പറഞ്ഞു. കാരണം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ശ്രേഷ്ഠനായ സ്വഹാബിയാണ്. അമീനുൽ ഉമ്മ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള അശ്റത്തുൽ മുബശ്ശിരീനിൽ പെട്ട സ്വഹാബിയാണ്. എന്നിട്ട് പറഞ്ഞു, ഇന്നാ കുന്നാ അദല്ല ഖൗമിൻ, നമ്മൾ നിന്ദ്യരായിരുന്ന ഒരു സമൂഹമായിരുന്നു. ഫഅസ്സന അല്ലാഹു ബിൽ ഇസ്ലാം, അല്ലാഹു തആല നമുക്ക് ഇസ്സത്ത് നൽകിയത് ഇസ്ലാം കൊണ്ടാണ്, ഈ ദീന് കൊണ്ടാണ്. فمهما نطلب العزة بغير ما أعزنا الله, അള്ളാഹു നമുക്ക് ഇസ്സത്ത് നൽകിയ ഇതുകൊണ്ടല്ലാതെ, ഈ ദീന് കൊണ്ടല്ലാതെ മറ്റെന്തെങ്കിലുമേലേക്ക് നമ്മൾ പ്രതാപം തേടി പോയി കഴിഞ്ഞാൽ, വേറെ എന്തെങ്കിലും കാര്യത്തിൽ നിന്ന് സമ്പത്തോ പദവിയോ അധികാരമോ മറ്റെന്തെങ്കിലും കൊണ്ട് ഇസ്സത്ത് തേടിപ്പോയാൽ അള്ളാഹു നമ്മെ വീണ്ടും നിന്ദ്യരാക്കും എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സമയം പറയാണ്. ഇത് ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ള വളരെ പ്രാധാന്യമർഹിക്കുന്ന, നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വചനമാണ്. അപ്പൊ നമ്മൾ ഈ ഇസ്ലാമിൽ, ഈ ദീനിൽ ഇസ്സത്തുള്ളവരായിരിക്കണം. ഈ ദീനിന്റെ ആളുകളായി മാറാൻ സാധിച്ചതിൽ ഇസ്സത്ത് കാണിക്കുന്ന, പ്രതാപം കാണിക്കുന്ന ആളുകളായിട്ടാണ് നാം ഓരോരുത്തരും ഉണ്ടാകേണ്ടത്. ഇവിടെ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം ഈ ദീനിൽ പ്രധാനമായിട്ടുള്ള, അഥവാ ദീനിന്റെ വൈജ്ഞാനിക തലം എത്രത്തോളം മഹത്തരമാണ് എന്ന് അറിയിക്കുന്ന ഒരു മേഖലയെ കുറിച്ചിട്ട് പറയാനാണ്. ദീനിന്റെ ഉസൂലുൽ ഫിഖ്ഹിലും ഖവായിദുൽ ഫിഖ്ഹിലും എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള, ദീനിന്റെ ഉസൂലിയായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. പക്ഷെ അതിന്റെ ഉസൂലുകളെ ചർച്ച ചെയ്യാനല്ല. എന്താണ് ആ കാര്യങ്ങൾ, എന്താണ് അതിന്റെ ആശയം, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഈ ദീൻ എത്രത്തോളം മഹത്തരമാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു കാര്യം മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് മഖാസിദു ശരീഅ എന്ന് പറയുന്നത്. ദീനിന്റെ ഉസൂലുകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഈ ശരീഅത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീനിയായിട്ടുള്ള ഈ നിയമവ്യവസ്ഥയുടെ, ദീനിലുള്ള നിയമങ്ങളുടെ അതിന്റെ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്, അതുകൊണ്ട് മനുഷ്യർക്ക് ആവശ്യം ഉണ്ടാകുന്ന കാര്യം എന്താണ് എന്നീ കാര്യങ്ങൾ അറിയിക്കാനാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തു ജാസിയയിലെ 18-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ثم جعلناك على شريعة من الأمر, നബിയെ പിന്നീട് താങ്കളെ ഇതാ കാര്യങ്ങളിൽ ഒരു വ്യക്തമായ നിയമവ്യവസ്ഥകൾക്കകത്താക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു നിയമവ്യവസ്ഥ, ഒരു ശരീഅത്ത് നൽകിയിട്ടുണ്ട്. ഫത്തബിഅഹാ, നിങ്ങൾ അതിനെ പിൻപറ്റണം. വലാ തത്തബിഅ അഹ്വാഅല്ലദീന ലാ യഅലമൂൻ, അറിവില്ലാത്ത ആളുകളുടെ ഇച്ഛകളെ നിങ്ങൾ പിൻപറ്റി പോകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, മനുഷ്യനായി ജനിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, മനുഷ്യനായി കൊണ്ട് ജീവിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും എല്ലാവിധ നന്മയും കൊണ്ടുവന്നു തരുന്ന ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു ആദർശമാണ് ഇസ്ലാമിനുള്ളത്.
ഒരു നിയമവ്യവസ്ഥയാണ് ഇസ്ലാമിനുള്ളത്, ഒരു ശരീഅത്താണ് ഇസ്ലാമിനുള്ളത്. ഇതുപോലെ മനുഷ്യർക്ക് നന്മയുണ്ടാക്കുന്ന, മനുഷ്യർക്കുള്ള ദോഷങ്ങളെ തടയുന്ന മറ്റൊരു നിയമവ്യവസ്ഥയും ഇതാ ഇത്രയും കാലം ഇപ്പൊ ഇസ്ലാം പൂർത്തീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് 1400 വർഷം ഇപ്പുറത്തേക്ക് ഒരു മനുഷ്യന് പോലും ഈ കാലഘട്ടത്തിൽ ഇതുപോലൊരു നിയമവ്യവസ്ഥ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. പലപ്പോഴും ഇസ്ലാമിനെ നിഷേധിക്കുന്ന ആളുകൾ വർദ്ധിക്കുന്ന, നിരീശ്വരവാദത്തിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുന്ന, സ്വന്തം ഇച്ഛയെ ആരാധിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ നിയമവ്യവസ്ഥകളുടെ മഹത്വവും അതിന്റെ പ്രാധാന്യവും അതിലുള്ള ഹിക്മത്തിന്റെ ആഴവും ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുന്നതിലും ഈ ദീനിലായതിലും ഈ ദീനിന്റെ നിയമങ്ങൾ പിൻപറ്റുന്നതിലും നമുക്കൊരു ദൃഢത കൈവരിക്കാൻ സാധിക്കും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന ശരീഅത ജാഅത് ലിതഹ്സീലിൽ മസാലിഹ് വതക്മീലിഹാ. ശരീഅത്ത്, ദീനി നിയമങ്ങൾ, അത് വന്നിട്ടുള്ളത് എല്ലാവിധ നിലക്കുമുള്ള മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള മസ്ലഹത്തായിട്ടുള്ള നന്മയായിട്ടുള്ള കാര്യങ്ങൾ അത് പൂർത്തീകരിക്കാനും അതുപോലെ തന്നെ അത് നേടിയെടുക്കാനും വേണ്ടിയിട്ടാണ്. വതഅദീമിൽ മഫാസിദ് വതഖലീലിഹാ. മഫ്സദത്തുകൾ, മനുഷ്യനുണ്ടാകുന്ന ദോഷങ്ങൾ, അതിന്റെ ഗൗരവത്തെ അറിയിക്കാനും അതുപോലെ തന്നെ കുറക്കാനും വേണ്ടിയിട്ടാണ്. ഇസ്ലാമിലെ ഏതൊരു നിയമവ്യവസ്ഥ, ഒരു കാര്യം കൽപ്പിക്കുന്നതാവട്ടെ ഒരു കാര്യം വിരോധിക്കുന്നതാവട്ടെ, നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ മനുഷ്യർക്ക് നന്മയായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും, അല്ലെങ്കിൽ നന്മയെ എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കാൻ അതിലുണ്ടാവും. ഇസ്ലാം വിരോധിച്ചിട്ടുള്ള, ഒഴിവാക്കിയിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അതിൽ മനുഷ്യർക്ക് ദോഷമായിട്ടുള്ള കാര്യമായിരിക്കും, അല്ലെങ്കിൽ ആ ദോഷം കുറക്കാനുള്ള ഒരു മാർഗമായിരിക്കും ആ നിയമവ്യവസ്ഥയിൽ ഉണ്ടാവുക. അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യന് നന്മയായിട്ടുള്ള, നിർബന്ധമായിട്ട്, ലറൂറിയത്തായിട്ട് നിർബന്ധമായും മനുഷ്യന് സംരക്ഷിക്കപ്പെടേണ്ട 5 കാര്യങ്ങളുണ്ട്. നിർബന്ധമായിട്ടും മനുഷ്യനായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സംരക്ഷിക്കപ്പെടേണ്ട 5 കാര്യങ്ങളുണ്ട്. ഈ 5 കാര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ദീനിന്റെ എല്ലാ നിയമങ്ങളും നിലകൊള്ളുന്നത്. അതായത് ഈ 5 കാര്യങ്ങൾ സംരക്ഷിക്കാനാണ് ദീനിൽ ഏത് നിയമം എടുത്താലും അത് കൽപ്പിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം വിരോധിച്ചിട്ടുള്ളതോ ആണെങ്കിൽ ഈ 5 കാര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനെപ്പറ്റി ഉലമാക്കൾ പറഞ്ഞ ഇമാം ശാത്തിബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഇത്തഫഖത്തുൽ ഉമ്മ ബൽ സായിറുൽ മിലൽ അലാ അന്ന ശരീഅ വുദിഅത് ലിൽ മുഹാഫറതി അലാ ഹാദിഹിൽ ളറൂറിയാത്തുൽ ഖംസ്. ഈ ഉമ്മത്തിന്റെ ഇത്തിഫാഖുള്ള, പൂർണ്ണമായ യോജിപ്പുള്ള ഒരു കാര്യമാണ് ദീനിന്റെ ശരീഅത്ത് നിയമങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് നിർബന്ധമായും സംരക്ഷിക്കപ്പെടേണ്ട 5 കാര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെയാണ്? വഹിയ അദ്ദീനു, ഒരാളുടെ ദീന് സംരക്ഷിക്കപ്പെടണം. വന്നഫ്സു, ഒരാളുടെ ജീവൻ സംരക്ഷിക്കപ്പെടണം. വന്നസ്ലു, ഒരാളുടെ പാരമ്പര്യം സംരക്ഷിക്കപ്പെടണം. വൽമാലു, ഒരാളുടെ സമ്പത്ത് സംരക്ഷിക്കപ്പെടണം. വൽ അഖ്ലു, ഒരാളുടെ ബുദ്ധി സംരക്ഷിക്കപ്പെടണം. ഈ 5 കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടാനാണ് ദീനിന്റെ നിയമങ്ങളുള്ളത്. ഹിഫാദത്തുദ്ദീൻ എന്നും ഈ 5 കാര്യങ്ങളെ ദീനിന്റെ ഹിഫാദത്തുകൾ എന്ന് ഈ കാര്യങ്ങളെ പറയുന്നുണ്ട്. അപ്പൊ ഈ 5 കാര്യങ്ങൾ സംരക്ഷിക്കാനാണ് ദീനിൽ ഏതൊരു നിയമവും വെച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ഈ 5 കാര്യങ്ങൾ? അത് ആഴത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞ സഹോദരങ്ങളെ, ഇത്രയും അധികം വൈജ്ഞാനികമായി മുന്നോട്ട് ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കൂല. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ നമുക്ക് ദീന് പഠിപ്പിച്ചു തരുന്നത്, ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്, ദീന്റെ നിയമങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40-ാം വയസ്സ് വരെ 40 വർഷം ഒരു സമൂഹത്തിൽ ജീവിച്ചിട്ട് ആ സമൂഹത്തിൽ ജീവിക്കുന്ന അറിയപ്പെട്ട ഗോത്രത്തിൽപ്പെട്ട ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്കൊക്കെ അറിയാം അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദിന്, അവരുടെ ഇടയിലുള്ള മുഹമ്മദിന് എന്തറിയില്ല? എഴുത്തറിയില്ല, വായന അറിയില്ല, അക്ഷര വിദ്യാഭ്യാസം നേടിയിട്ടില്ല. അങ്ങനത്തെ ഒരാളാണ് ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അവിടെയുള്ള ഏതൊരാൾക്കും അറിയാം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ദീനിന്റെ വൈജ്ഞാനിക തലം പരിശോധിച്ച് നോക്കിയാൽ ഉറപ്പിക്കാം ഇതൊരു മനുഷ്യനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിയുള്ള ഒരു ശാസ്ത്രജ്ഞൻ, ഏറ്റവും വിദ്യാഭ്യാസമുള്ള ഒരാള്, അയാൾക്ക് പോലും ഉണ്ടാക്കാൻ കഴിയില്ല. പിന്നെ അക്ഷരജ്ഞാനമില്ലാത്ത ഒരാൾ ഇത് പറഞ്ഞാൽ ഉറപ്പാണ് വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ദീനിന്റെ നിയമങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു, ഈ 5 കാര്യങ്ങൾ സംരക്ഷിക്കാനാണ്. ഈ 5 കാര്യങ്ങൾ മനുഷ്യനായി ജീവിക്കുന്ന ഏതൊരാളുടെയും സംരക്ഷിക്കപ്പെടേണ്ട അടിസ്ഥാന കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് ഹിഫ്ദുദ്ദീൻ,
ഹിഫ്ളുദ്ദീൻ, ഒരാളുടെ മതം, ദീന് സംരക്ഷിക്കപ്പെടണം. അതിനുള്ള നിയമങ്ങൾ ഇസ്ലാമിൽ ഉണ്ടാകും. ഇസ്ലാമിൽ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളെ പരിശോധിച്ചാൽ, നിയമവ്യവസ്ഥ പരിശോധിച്ചാൽ, ഒന്നാമത്തേത് ഹിഫ്ളുദ്ദീൻ, ദീനിനെ സംരക്ഷിക്കുന്ന കാര്യങ്ങളായിരിക്കും. അതായത് ഇസ്ലാമിനെ, ഒരു മുസ്ലിമിന്റെ ദീനിനെ യഥാർത്ഥ രൂപത്തിൽ സംരക്ഷിക്കുന്ന കാര്യങ്ങളാണ് ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടുള്ളത്. അതിൽ എങ്ങനെയാണ് സംരക്ഷിച്ചിട്ടുള്ളത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തൗഹീദ് എന്നുള്ളത്. അവന്റെ ദീനിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള അള്ളാഹുവിനെ മാത്രം ഏകനാക്കണം. അതുപോലെ തന്നെ ഗൈബിയായിട്ടുള്ള മലക്കുകളിലും കിതാബുകളിലും റസൂലുകളിലും അന്ത്യനാളിലുമുള്ള വിശ്വാസ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അറിവ് ഖുർആനിലൂടെയും ഹദീസിലൂടെയും അത് പഠിക്കണമെന്നും മനസ്സിലാക്കണമെന്നുമുള്ള ഉത്ബോധനം നൽകിക്കൊണ്ടും ആ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടും ദീനിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരാളുടെ ദീനിന്റെ ആ അവസ്ഥയെ, അതിൽ ദൃഢതയെ സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദീനിലെ ഇബാദത്തുകൾ നമ്മൾ നോക്കി ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചിട്ടുള്ള, പഠിപ്പിച്ചിട്ടുള്ള ഇബാദത്തുകൾ പോലെ വേറെ ഏതെങ്കിലും ഒരു വിശ്വാസം ഉള്ള ഏതെങ്കിലും ഒരു സമൂഹത്തിന് ഇത്രയും മനോഹരമായിട്ടുള്ള ഇബാദത്തുകളുണ്ടോ? നമ്മുടെ നിസ്കാരം നോക്കി. നമ്മുടെ നിസ്കാരം എന്ത് നല്ല രീതിയിലാണ് നമ്മൾ ഇബാദത്ത് നിർവഹിക്കുന്നത്. നിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നല്ല രൂപങ്ങളും എത്ര നല്ല ദുആകളും എത്ര നല്ല സംസാരങ്ങളും. എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇതുപോലെ ഒരു കാര്യം ഉണ്ടാക്കാൻ പറ്റൂല. നിസ്കാരം നോക്കി. ഇനി പോട്ടെ, റമദാൻ മാസത്തിലെ നോമ്പ് ആലോചിച്ച് നോക്കി. ഒരു മനുഷ്യന്റെ ശരീരത്തിനും മനസ്സിനും ഏറ്റവും ഉപകാരപ്രദമാകുന്ന രീതിയിൽ അവനെ ശുദ്ധീകരിക്കുന്ന രീതിയിലുള്ള ഒരു ഇബാദത്ത്. സക്കാത്ത് ആലോചിച്ച് നോക്കി. ഒരു സമൂഹത്തിലെ മുഴുവൻ സാമ്പത്തിക സ്ഥിതിയെ, മനുഷ്യരുടെ മുഴുവൻ നന്മ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു സക്കാത്ത് സ്ഥാപിച്ചു നോക്കി. അങ്ങനെ ദീനിന്റെ കാര്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കാൻ ദീനിൽ കൽപ്പനകളുണ്ട്, വിരോധനങ്ങളുണ്ട്. ഇപ്പൊ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 43-ാമത്തെ ആയത്തിൽ പറയാണ്, വഅഖീമുസ് സ്വലാത വആതുസ് സകാ വർകഉ മഅർ റാകിഈൻ. നിങ്ങൾ നിസ്കാരം നിർവഹിക്കുക, സകാത്ത് നൽകുക, നിസ്കരിക്കുന്നവരോടൊപ്പം നിസ്കരിക്കുക, റുകൂ ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള നിസ്കരിക്കാനും നോമ്പ് നോൽക്കാനും സക്കാത്ത് നൽകാനും അതുപോലെ ദീനിയായ കാര്യങ്ങൾ ചിട്ടയോടുകൂടി കൊണ്ടു നടക്കാനുള്ള നിയമങ്ങൾ, കൽപ്പനകൾ ദീനിൽ കാണാം. അതുപോലെ തന്നെ ദീന് സംരക്ഷിക്കാനുള്ള മറ്റൊരു മാർഗമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ദീനിന്റെ പ്രബോധനം എന്നുള്ളത്. ഓരോ മനുഷ്യന്റെ മേലെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അവന്റെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നിങ്ങളിൽ നിന്നൊരു സമൂഹം ഉണ്ടാവട്ടെ, നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ആളുകൾ നിങ്ങളിൽ നിന്നുണ്ടാവട്ടെ. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്നത്? നമ്മുടെ ദീന് നേരെ നിൽക്കാനാണ്. ആളുകൾ നേരായോ ഇല്ലയോ എന്നല്ല, നമ്മുടെ ദീന് നേരാവണ്ണം നിൽക്കാൻ വേണ്ടിയിട്ടാണ് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നത്. ആളുകൾക്ക് മനസ്സിലായെങ്കിൽ അത് മനസ്സിലാകുന്നു. അപ്പൊ ആ രീതിയിൽ ദീനെ സംരക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദീനെ സംരക്ഷിക്കുന്ന മറ്റൊരു രീതിയാണ്, ഈ ദീനിൽ ഒന്നും കടത്തിക്കൂട്ടാൻ പാടില്ല. ഈ ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ പൂർത്തീകരിച്ചത് അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ കടത്തിക്കൂട്ടാതെ അത് കൃത്യമായി നിലനിൽക്കണം എന്ന് ശക്തമായ താക്കീതോടുകൂടി ഓർമ്മിപ്പിച്ചു എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. നോക്കൂ, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഈ ദീനിൽ നാം കൽപ്പിക്കാത്ത, നമ്മുടെ കൽപ്പനയില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണ് എങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണ്. അങ്ങനെ ദീന് പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിലൂടെ, ദീന് പ്രബോധനം ചെയ്യേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിലൂടെ, ദീനിൽ ഇല്ലാത്തത് കടത്തിക്കൂട്ടാതെ ഒഴിവാക്കണമെന്ന് പഠിപ്പിക്കുന്നതിലൂടെ ഒരാളുടെ ദീനിനെ സംരക്ഷിക്കുന്ന നിയമങ്ങളും വ്യവസ്ഥകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൽ വെച്ചിട്ടുണ്ട്. ഒരാളുടെ ദീനിനെ അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുന്നുണ്ട്. അപ്പൊ ദീനിൽ സംരക്ഷിക്കപ്പെടുന്ന ശരീഅത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാമത്തേത് ഒരാളുടെ ദീന് സംരക്ഷിക്കപ്പെടണം. അതാണ് ഹിഫ്ളുദ്ദീൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഒരാളുടെ ഒരു മനുഷ്യനിൽ സംരക്ഷിക്കപ്പെടേണ്ട, നിർബന്ധമായും ദറൂറിയത്തായി സംരക്ഷിക്കപ്പെടേണ്ട രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഹിഫ്ളുൻ നഫ്സാണ്. ഒരാളുടെ ജീവൻ സംരക്ഷിക്കപ്പെടണം. ഇസ്ലാമിന്റെ നിയമങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ ജീവൻ സംരക്ഷിക്കപ്പെടാൻ ആവശ്യമായിട്ടുള്ള കൽപ്പനകളും വിരോധനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും.
ഒരാളുടെ ജീവനും ഒരു തരത്തിലുള്ള ദോഷം ഉണ്ടാവരുത്. ആ രീതിയിൽ സംരക്ഷിക്കപ്പെടുന്ന അവസ്ഥ ഈ ദീനിനുണ്ട്. വേറെ ഒരാൾക്കും ഏത് മതത്തിന്റെയോ ഏത് രാജ്യത്തിന്റെയോ ഏത് രാഷ്ട്രത്തിന്റെയോ നിയമവ്യവസ്ഥ എടുത്താലും നമുക്കൊന്നും ഇസ്ലാമിനെ പോലെ മനുഷ്യന്റെ ജീവന് സംരക്ഷണം നൽകുന്ന ഒരു മതത്തെ കാണാൻ സാധിക്കില്ല. അത്രയും മൂല്യവത്തായിട്ടുള്ള അധ്യാപനങ്ങളാണ് ഇസ്ലാമിന് വെക്കാനുള്ളത്. എങ്ങനെയാണ് ജീവൻ സംരക്ഷിച്ചിട്ടുള്ളത്? ഒന്ന്, മനുഷ്യന് ഭക്ഷണവും പാനീയങ്ങളും അത് കഴിക്കണം എന്നുള്ളത് അള്ളാഹു കൽപ്പിച്ചു. ഒരാളുടെ ജീവൻ നിലനിൽക്കാൻ അടിസ്ഥാനപരമായിട്ട് വേണ്ട കാര്യം എന്താണ്? അവന് ഭക്ഷണം കഴിക്കണം, അതുപോലെ തന്നെ പാനീയങ്ങൾ, വെള്ളം കുടിക്കണം. ഇതൊരു മനുഷ്യന് ഒഴിവാക്കാൻ പറ്റൂല. ഭക്ഷണവും വെള്ളവും ഉണ്ടായിട്ട് ഒരാൾ അത് കഴിക്കാതെ മരണപ്പെടുകയാണ് എങ്കിൽ അവന്റെ മേലെ കുറ്റക്കാരനാണ്, അവൻ കുറ്റക്കാരനാണ്. അല്ലാഹു തആല പറഞ്ഞു നോക്കൂ, വകുലൂ വശ്റബൂ, നിങ്ങൾ ഭക്ഷിക്കുക, നിങ്ങൾ വെള്ളം കുടിക്കുക, പാനീയങ്ങൾ കുടിക്കുക, വലാ തുസ്രിഫൂ, എന്നാൽ ഇസ്റാഫ് ഉണ്ടാകരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്റാഫ് ചെയ്യുന്നവർ, അമിതവ്യയം ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് അല്ലാഹു തആല പറയാം. അപ്പൊ നിർബന്ധമായും മനുഷ്യന്റെ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണവും പാനീയങ്ങളും നിങ്ങൾ ഉപയോഗിക്കണം, നിങ്ങൾ ഭക്ഷിക്കണം, നിങ്ങൾ കുടിക്കണം എന്ന് പറഞ്ഞു. അതേസമയം തന്നെ മനുഷ്യന്റെ ശരീരത്തിന് ദോഷമുണ്ടാക്കുന്ന രീതിയിൽ ഇസ്റാഫ് ഉണ്ടാകാൻ പാടില്ല എന്നും പറഞ്ഞു. പല മുൻഗാമികളായിട്ടുള്ള ത്വബീബന്മാരും അത്തിബ്ബാഉകൾ, വൈദ്യന്മാർ, അവർ പറഞ്ഞത് കാണാം. ഈ വൈദ്യത്തിന്റെ എല്ലാം അടിസ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റ ആയത്തിലൂടെ പറഞ്ഞു എന്ന്. എന്നിട്ട് ഈ ആയത്ത് പറയും, കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ, നിങ്ങൾ ഭക്ഷിക്കുക, കുടിക്കുക, ഇസ്റാഫ് ഇല്ലാതെ, അമിതവ്യയമില്ലാതെ, നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു. അത് മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ സ്വന്തം ശരീരത്തിന്, നമ്മുടെ സ്വന്തം ശരീരത്തിന് ദോഷമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്. ഒരാളുടെ ജീവൻ സംരക്ഷിക്കുന്ന കൽപ്പനകൾ ദീനിൽ കാണാം. അല്ലാഹു തആല പറഞ്ഞു സൂറത്ത് നിസായിലെ 29-ാമത്തെ ആയത്തിൽ, വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത്, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത്. അത് പണ്ഡിതന്മാരുടെ തഫ്സീറുകളിൽ കാണാം. ഒന്ന്, ആത്മഹത്യ ചെയ്യാൻ പാടില്ല. ഒരാൾക്ക് സ്വന്തത്തെ കൊല്ലാനുള്ള അധികാരം പോലില്ല. ആത്മഹത്യ ചെയ്യൽ വളരെ വലിയ കുറ്റമാണ്. വളരെ വലിയ കുറ്റം എന്ന് പറഞ്ഞാൽ നരകത്തിൽ ശാശ്വതമാകുന്ന അവസ്ഥയിലുള്ള ഒരു കുറ്റമാണ് ആത്മഹത്യ ചെയ്യുക എന്നുള്ളത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ സ്വന്തത്തെ കൊല്ലരുത്, അതിൽപ്പെട്ടതാണ് അതുപോലുള്ള കാര്യങ്ങളിലേക്ക് നയിക്കുന്ന കാര്യങ്ങളും ചെയ്യരുത്. ഇപ്പൊ ചില ആളുകൾ വാഹനം വേഗത്തിൽ ഓടിക്കുന്നത്, ഒരു അപകടത്തിലേക്ക് കാരണമാകുന്ന രീതിയിൽ വാഹനം വേഗത്തിൽ ഓടിക്കുക എന്നുള്ളത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കാണാം. ഇപ്പൊ പുകവലിക്കുന്നത്, ഒരു കാലത്ത് പുകവലിക്കുക എന്നുള്ളത് അതിന്റെ ദോഷം എന്താണെന്ന് അറിഞ്ഞപ്പോ അത് ലഹരി ഉണ്ടാക്കുന്നില്ല എന്നെല്ലാം ന്യായീകരിച്ചാലും അതുകൊണ്ട് മനുഷ്യന്റെ ശരീരത്തിന് ദോഷമാണ് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഹറാമാണ്. ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. അപ്പൊ മനുഷ്യന്റെ സ്വന്തം ശരീരത്തിന് ദോഷമാകുന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ദീനിൽ നിയമം കാണാം. മറ്റൊന്ന്, വേറൊരാളെ കൊല്ലുന്നത്. സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിൽ ശിർക്കിന് ശേഷം ഏറ്റവും ഗൗരവമുള്ള തെറ്റാണ് കൊലപാതകം എന്നുള്ളത്. ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാപങ്ങളായിട്ട് എണ്ണിയിട്ടുള്ള 3 കാര്യം: 1 ശിർക്ക്, 2 കൊലപാതകം, 3 വ്യഭിചാരം. ഇതിൽ ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ കുറ്റമായിട്ടുള്ള കാര്യമാണ് കൊലപാതകം, ഒരാളെ കൊല്ലുക എന്നുള്ളത്. അതിന്റെ ഗൗരവത്തെ ഏറ്റവും ശക്തമായി കൊണ്ട് ദീനിൽ താക്കീത് ചെയ്ത് കാണാം. സൂറത്തുൽ അൻആമിലെ 151-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കിയിട്ടുള്ള നഫ്സിനെ, അഥവാ ഒരാളെ ഒരു ഹക്കിന്റെ മേലെ അല്ലാതെ വധിക്കാൻ പാടില്ല എന്നുള്ളത്. ഒരു മുസ്ലിമിനെ വധിക്കാൻ 3 സന്ദർഭത്തിലേ പറ്റുള്ളൂ. ഒരു മുസ്ലിമിനെ വധിക്കാൻ അനുവാദമുള്ളത് 3 സന്ദർഭത്തിലാണ്. ഒന്ന്, അവൻ വേറൊരാളെ കൊന്നതിന് പകരമായിക്കൊണ്ട്, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊന്നു കഴിഞ്ഞാൽ അതിന് പകരമായിക്കൊണ്ട്, ഒരാളെ കൊന്നതിന് പകരമായിക്കൊണ്ടാണ് ശിക്ഷയുള്ളത്, അപ്പൊ ഇവനെ കൊല്ലാം. 2, വിവാഹിതനായിക്കൊണ്ട് വ്യഭിചരിച്ചു കഴിഞ്ഞാൽ അവനെ എറിഞ്ഞുകൊല്ലുക എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ്. 3-ാമത്തേത്, ദീനിൽ നിന്ന് മുർത്തദ്ദായി പോയി കഴിഞ്ഞാൽ, അവൻ സ്വമേധയാ ഇസ്ലാം സ്വീകരിച്ചു എന്നിട്ട് ദീനിൽ നിന്ന് മുർത്തദ്ദായി പോയി കഴിഞ്ഞാൽ അവന് ദീനിൽ വധശിക്ഷയാണുള്ളത്. ഈ 3 സന്ദർഭങ്ങളിലല്ലാതെ ഒരാളെ കൊല്ലുക എന്നുള്ളത് ഗൗരവമുള്ള തെറ്റായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. വേറൊരായത്ത് നോക്കൂ, സൂറത്ത് നിസായിലെ 93-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയാണ്, വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ, ആരെങ്കിലും വേണമെന്നുകൊണ്ട്
കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഒരു മുഅ്മിനെ, ഒരു സത്യവിശ്വാസിയെ കൊന്നു കഴിഞ്ഞാൽ ഫജസാഉഹു ജഹന്നം, അവന്റെ മേലെയുള്ള ആ ശിക്ഷ, അവനുള്ള പ്രതിഫലം നരകമാണ്. ഖാലിദൻ ഫീഹാ, അതിൽ ശാശ്വതമായ അവസ്ഥ. വഗദിബ അല്ലാഹു അലൈഹി വലഅനഹു, അല്ലാഹുവിന്റെ കോപം, അല്ലാഹുവിന്റെ ശാപം അവന്റെ മേലെ ഉണ്ടാകും. വഅദ്ദ ലഹു അദാബൻ അദീമ, അവന് വേദനയേറിയ ശിക്ഷ അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ശാശ്വതമായിട്ടുണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഗൗരവമുള്ള കാര്യമാണെന്നുള്ള അർത്ഥത്തിലാണ്. തൗഹീദ് ഉണ്ടെങ്കിൽ നരകത്തിൽ ഒരാൾ ശാശ്വതാവില്ല. പക്ഷെ ശാശ്വതരായി കിടക്കാവുന്ന തരത്തിലുള്ള കുറ്റമാണ് ഒരു മുഅ്മിനിനെ വധിക്കുക എന്നുള്ളത്, ഒരു മുസ്ലിമിനെ വധിക്കുക എന്നുള്ളത്. അപ്പോ അത്ര ഗൗരവത്തിൽ ഒരാളുടെ നഫ്സിനെ, ഒരാളുടെ ജീവനെ സംരക്ഷിക്കുന്ന അവസ്ഥ ദീനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആരെയാണെങ്കിലും, നീ വേറൊരാളെ, ഏതൊരാളെ ആണെങ്കിലും ഒരു ഹക്കിന്റെ മേലെ അല്ലാതെ, പിന്നെ കുഫാറുകളുമായിട്ടാണെങ്കിൽ ജിഹാദിന്റെ മേഖലയിലോ അല്ലെങ്കിൽ ഇങ്ങോട്ട് ആക്രമിക്കുക അങ്ങനെയുള്ള നിയമങ്ങൾക്കകത്തല്ലാതെ അവരെയും വധിക്കാൻ പാടില്ല. അപ്പൊ അത്രത്തോളം കൃത്യമായി കൊണ്ട് ഒരാളുടെ ജീവൻ സംരക്ഷിക്കുന്ന നിയമങ്ങൾ ദീനിൽ കാണാം. അപ്പൊ ഒന്നാമത്തേത് ഒരാളുടെ ദീൻ സംരക്ഷിക്കപ്പെടുന്ന നിയമങ്ങൾ, രണ്ട് ഒരു മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കാനുള്ള നിയമങ്ങൾ, മൂന്നാമത്തേത് ഒരു മനുഷ്യന്റെ നിർബന്ധമായും സംരക്ഷിക്കപ്പെടേണ്ട കാര്യമാണ് അവന്റെ ബുദ്ധി എന്നുള്ളത്. ഹിഫ്ളുൽ അഖൽ, ഹിഫ്ളുൽ അഖൽ, അവന്റെ ബുദ്ധി സംരക്ഷിക്കപ്പെടണം. ഒരാളുടെ ബുദ്ധി നശിച്ചു പോകുന്ന, കേട് വന്നു പോകുന്ന, അല്ലെങ്കിൽ പിഴച്ചു പോകുന്ന, തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ദീനിന്റെ കൽപ്പനയാണ്. ഒന്ന്, മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന്, മറ്റുള്ള ജന്തുജീവജാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തപ്പെടുത്തിയുള്ളത് എന്തുകൊണ്ടാണ്? അക്കൽ നൽകിക്കൊണ്ടാണ്. വേറെ ആർക്കെങ്കിലും ചിന്തിച്ച് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. 1500 അല്ലെങ്കിൽ 2000, 3000 മനുഷ്യനെ സൃഷ്ടിച്ച അന്ന് കാക്കകൾ എങ്ങനെയാണോ കൂടുണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് ഇന്നും കൂടുണ്ടാക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള ഏതെങ്കിലും ഒരു ജീവി, ആ ജീവി പിന്നെ 500, 600 അല്ലെങ്കിൽ 1000, 2000 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണോ മലമൂത്ര വിസർജനം നടത്തുന്നത്, ഏത് സൗകര്യത്തിലാണോ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും നടത്തുന്നത്. പക്ഷെ മനുഷ്യൻ എങ്ങനെയാണോ? അല്ല. മനുഷ്യൻ എങ്ങനെയാണോ? അല്ല, 100 വർഷം മുമ്പ് ജീവിച്ച പോലെയല്ല മനുഷ്യൻ ഇപ്പൊ ജീവിക്കുന്നത്. കാരണം എന്താണ്? മനുഷ്യന് ചിന്തിക്കാനും മനസ്സിലാക്കാനും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും എല്ലാമുള്ള കഴിവ്, ചിന്താശേഷി മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അപ്പോ ഒരാളുടെ ബുദ്ധിയെ സംരക്ഷിക്കേണ്ട നിയമങ്ങൾ ഇരിക്കണം, അതിന് ഉപയോഗിക്കണമെന്ന് ദീന് പറയുന്നുണ്ട്. ഒരാളുടെ ബുദ്ധിയെ ഉപയോഗിക്കണമെന്ന് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ ആയത്തുകളിൽ, സൂറത്ത് ആല ഇംറാനിലെ 191-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ബുദ്ധിയുള്ള ആളുകളുടെ അടയാളമാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെ കുറിച്ച് അവരാലോചിക്കും. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം കൽപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്ത് യാസീനിലെ 68-ാമത്തെ ആയത്തിൽ അല്ലാഹു ചോദിക്കുകയാണ്, വമൻ നുഅമ്മിർഹു നുനക്കിസ്ഹു ഫിൽ ഖൽഖ് അഫലാ യഅഖിലൂൻ, നിങ്ങളെ സൃഷ്ടിച്ചവൻ ആരാണോ, ആയുസ് നൽകിയെന്ന് ആരാണോ, അത് ആയുസിന്റെ അവസാന ഘട്ടത്തിൽ ആദ്യത്തിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഈ മനുഷ്യർ മാറിപ്പോകുന്നുണ്ടല്ലോ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അതായത് മനുഷ്യൻ ജനിച്ച സന്ദർഭത്തിൽ എന്താണ്, ഒന്നും പറയാനും വയ്ക്കൂല, സ്വന്തമായിട്ട് എന്തെങ്കിലും മലമൂത്ര വിസർജനം ചെയ്യാൻ സാധിക്കില്ല, ഒന്നിനും സാധിക്കൂല. പ്രായാധിക്യത്തിലെത്തിയ ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും? അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ പോലെ തന്നെ ആയിരിക്കും. സ്വന്തം പേര് പോലും ഓർമ്മ ഉണ്ടാവില്ല, ഒന്നും പറയാനും പറ്റൂല, ആരും മനസ്സിലാവൂല, കിടന്ന കിടപ്പിൽ തന്നെ മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥ. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അള്ളാഹു പറയാൻ? അപ്പൊ ബുദ്ധിയെ ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതുപോലെ സൂറത്ത് മുഹമ്മദിലെ 24-ാമത്തെ ആയത്തിൽ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, നിങ്ങൾ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അതോ നിങ്ങളുടെ കൽബുകൾക്ക് പൂട്ടിടപ്പെട്ടിരിക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഇവിടെ സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ബുദ്ധിയെ അതിന്റെ ഉപയോഗപ്രദമായ രീതിയിൽ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾക്ക് ഉറ്റാലോചിച്ചുകൊണ്ട് ചിന്തിക്കണമെന്ന് അല്ലാഹു തആല പറയാം. അപ്പൊ ആ ബുദ്ധിയെ സംരക്ഷിക്കുന്ന ഒരു മേഖലയാണ് അതിനെ ഉപയോഗിക്കേണ്ട മുറപ്രകാരം ഉപയോഗിക്കണം. അപ്പൊ നമ്മുടെ ഒരു കയ്യില് ഒരു വസ്തുവുണ്ട് അല്ലെങ്കിൽ ഒരു ഉപകരണമുണ്ട്. ആ ഉപകരണം കൊണ്ട് ഇന്നാലിന്ന ഗുണങ്ങൾ, നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്ന് നമുക്കറിയാം. ഇന്ന നേട്ടങ്ങൾ ഉണ്ടാക്കാം. എന്നിട്ട് ആ ഉപകരണം ഉപയോഗിക്കാതെ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാൻ നമ്മൾ വെക്കുകയാണെങ്കിൽ എന്താ കാര്യമുള്ളത്? വല്ല കാര്യമുണ്ടോ? ഇല്ല, അവൻ വിഡ്ഢിയാണ്.
അപ്പൊ മനുഷ്യൻ അല്ലാഹു തആല വിവേകമെന്ന ബുദ്ധി എന്ന ചിന്തിക്കാനുള്ള ശേഷി തന്നിട്ട് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുകളെ കുറിച്ച് ആലോചിച്ച് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ച് അള്ളാഹുവിനെ ഭയപ്പെടാനും ഖുർആനിന്റെ ആയത്തുകളെ കുറിച്ച് ആലോചിച്ച് അതനുസരിച്ച് ജീവിക്കാനും സാധിക്കുന്നില്ലെങ്കിൽ എന്താണ് അവസ്ഥ? അപ്പൊ ബുദ്ധിയെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബുദ്ധിയെ നശിപ്പിച്ചു കളയുന്ന കാര്യങ്ങളെ ഗൗരവത്തിൽ വിരോധിക്കുകയും ചെയ്തു. ബുദ്ധിയെ നശിപ്പിച്ചു കളയുന്ന കാര്യങ്ങളെ ഗൗരവത്തിൽ വിരോധിക്കുകയും ചെയ്തു. എന്താണത്? ബുദ്ധി മറക്കുന്ന, ബുദ്ധിക്ക് മത്തുപിടിപ്പിക്കുന്ന, ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ നിരോധിച്ചിട്ടുണ്ട്. ഒന്നും അനുവദനീയമല്ല. ഒരു മനുഷ്യന്റെ ബുദ്ധിക്ക് മത്തുപിടിപ്പിക്കുന്ന, ലഹരി ഉണ്ടാക്കുന്ന, അതിനെ മറച്ചു കളയുന്ന എല്ലാ കാര്യങ്ങളെയും ദീനിൽ എന്ത് ചെയ്തു? വിരോധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു പാനീയത്തെ കുറിച്ച് സഹാബികൾ ചോദിക്കുകയുണ്ടായി, അതെന്താണ്, പറ്റുമോ, ഹലാലാണോ എന്നുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവ മുസ്കിരിൻ ഹുവ, അത് ലഹരി ഉണ്ടാക്കുമോ ചോദിച്ചു. അത് ലഹരി ഉണ്ടാക്കുമോ, മത്ത് പിടിപ്പിക്കുമോ ചോദിച്ചു. ഖാല നഅം, അപ്പൊ ചോദിച്ച ആള് പറഞ്ഞു അതെ, മത്ത് പിടിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഹറാമുൻ, എല്ലാ ലഹരി ഉണ്ടാക്കുന്ന സാധനവും ഹറാമാണ്. എല്ലാ ലഹരി ഉണ്ടാക്കുന്ന സാധനവും ഹറാമാണ്. ഇന്ന അലല്ലാഹി അസ്സ വജല്ല അഹ്ദൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കരാറായി ഏറ്റെടുത്തിട്ടുള്ള കാര്യമാണ്. ലിമൻ യശ്റബുൽ മുസ്കിറ, ആരെങ്കിലും ലഹരിയുള്ള എന്തെങ്കിലും കാര്യം കുടിക്കുകയാണെങ്കിൽ, അഥവാ പൊതുവായി പറഞ്ഞാൽ ഉപയോഗിക്കുന്നവനാണ് എങ്കിൽ, അയസ്ഖിയഹു മിൻ തീനത്തിൽ ഖബാൽ, അവനെ തീനത്തിൽ ഖബാൽ കുടിപ്പിക്കും എന്നുള്ളത് അല്ലാഹു തആല കരാർ ഏറ്റെടുത്തിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു. അപ്പൊ സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ തീനത്തുൽ ഖബാൽ, എന്താണ് ഈ തീനത്തുൽ ഖബാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ പറഞ്ഞു, ആറഖു അഹ്ലിൻ നാർ, നരകാവകാശികളുടെ രക്തവും ചലവും വിയർപ്പും എല്ലാം നിറഞ്ഞിട്ടുള്ള ഒരു പാനീയമാണത്, അത് നരകത്തിൽ കുടിപ്പിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ നോക്ക്, ഇന്ന് നമ്മുടെ നാട്ടിലും നമ്മുടെ സമൂഹത്തിലും ഒക്കെ ലഹരി വ്യാപിക്കുകയാണ് എന്നുള്ള പ്രശ്നങ്ങൾ, ആളുകൾ, ചെറിയ കുട്ടികൾ പോലും അത് ഉപയോഗിക്കുന്ന അവസ്ഥ, ആളുകളുടെ തലക്ക് മത്ത് പിടിക്കുന്ന, ഭ്രാന്തനാകുന്ന, സ്വന്തം മാതാവിനെയും മക്കളെയും വാപ്പാനെയും സഹോദരങ്ങളെയും ഭാര്യയും ഭർത്താവിനെയും എല്ലാവരും കൊന്നുകളയുന്ന ഇത്രയധികം തിന്മകൾ ഉണ്ടായിട്ട് ലഹരിക്കെതിരെ പലരും പലതും പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. ഈ നാട്ടിൽ അനുവദനീയമായി കൊണ്ട് ആളുകൾക്ക് വാങ്ങി കുടിക്കാവുന്ന രീതിയിൽ മദ്യം ഇവിടെ നൽകുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ലഹരി എന്ന് പറയുമ്പോൾ അവരെന്തിന്റെ അടിസ്ഥാനത്തിലാണ്? മദ്യം കൊണ്ട് എന്തൊക്കെ ഷെറുണ്ടാകുന്നുണ്ട്? അതൊരാളുടെ ജീവൻ നശിപ്പിക്കുന്ന, ബുദ്ധി നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതവർ വിരോധിക്കുന്നില്ല, അതിനെപ്പറ്റി അവർക്ക് കുറ്റം പറയാനില്ല, അതിന്റെ കുഴപ്പം പറയാനില്ല. എന്നാൽ ബാക്കിയുള്ളതിനെ പറയുന്നു. ഒരു കാര്യത്തെ എതിർക്കുമ്പോ അതിന്റെ ദോഷങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നന്മ കൊണ്ടുവരാൻ സാധിക്കണം. പക്ഷേ ഒരു നിയമവ്യവസ്ഥക്കും അതിന് സാധിച്ചിട്ടില്ല. അതായത് ഇത്ര കാലഘട്ടത്തിലെ മനുഷ്യരുടെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മദ്യം എന്നുള്ള ഒരു തിന്മ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലം മുതൽ, അഥവാ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സന്താനങ്ങളിൽ തന്നെ പിശാച് ഉണ്ടാക്കി കൊടുത്തൊരു കാര്യമായിട്ടാണ് മദ്യത്തിനെ പറ്റി ചരിത്രത്തിൽ കാണുന്നത്, അവരെ തെറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അന്നു മുതലേ നൽകി നിൽക്കുന്ന ഒരു കാര്യമാണ് അത്. ഈ മനുഷ്യ സമൂഹത്തിൽ ഉണ്ടായിട്ട് ആകെ ഒരു നാട്ടിലാണ്, ഒരു സമൂഹത്തിലാണ് അതിനെ പൂർണ്ണമായി ഒഴിവാക്കാവുന്ന ഒരു ചരിത്രം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഇസ്ലാമിന്റെ മഹത്വം ചെറുതല്ല, നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം. ഈ ലോകത്ത് കിഴക്കും പടിഞ്ഞാറുമുള്ള രാഷ്ട്രങ്ങളിൽ മദ്യം എന്നുള്ള ലഹരി ഉണ്ടാക്കുന്ന ഒരു വസ്തു ഉപയോഗിച്ചിട്ട് അത് ഒഴിവാക്കപ്പെടുന്ന ഒരവസ്ഥ ചരിത്രത്തിൽ ഒരു സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളിലാണ്. അവര് മദ്യം ഇസ്ലാമിന്റെ ആദ്യകാലത്തിൽ വിരോധിച്ചിട്ടില്ല. കാരണം ആ സമൂഹത്തിൽ അത്രയും സാമ്പത്തിക സ്രോതസ്സും സാമ്പത്തിക നിലനിൽപ്പും മദ്യത്തിനെ ആശ്രയിച്ചിട്ടായിരുന്നു. ഘട്ടം ഘട്ടമായിട്ടാണ് വിരോധിച്ചത്. അവസാനം പൂർണ്ണമായി വിരോധിക്കുന്ന സമയത്ത് അനസ് റളിയല്ലാഹു അൻഹു എല്ലാം ഉദ്ധരിക്കുന്ന റിവായത്തിൽ കാണാം, അനസ് റളിയല്ലാഹു അൻഹു അബൂ തൽഹ പോലെയുള്ള സഹാബികൾക്ക് മദ്യം ഒഴിച്ചു കൊടുക്കുകയാണ്. വേറെ സഹാബികളുണ്ട്, അവർ മദ്യം കുടിച്ചുകൊണ്ടിരിക്കുക, മദ്യം കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്. ആ സമയത്താണ് ഒരാൾ ഓടി വന്ന് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യം വിരോധിച്ചിട്ടുണ്ട്, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്കത് അവസാനിപ്പിക്കാനായില്ലേ എന്നുള്ള ചോദ്യം. സഹാബികൾ, കുടിച്ചിരുന്നവർ തുപ്പി വായിലിട്ട് ഛർദിച്ച് മദ്യത്തിന്റെ വീപ്പകൾ തകർത്ത് അവർ പറഞ്ഞു, ഇൻതഹൈനാ, ഞങ്ങൾ ഇതാ ഒഴിവാക്കിയിരിക്കുന്നു.
ഞങ്ങളിതാ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ സമൂഹത്തിൽ നിന്ന് ആ തിന്മ മാറി നിൽക്കാൻ. മാനസികമായിട്ട് ചില ആളുകൾ പിന്നീട് ചെയ്തു പോയിട്ടുണ്ട്. അതിന് ശക്തമായ ശിക്ഷയും ഇസ്ലാമിൽ വെച്ചിട്ടുണ്ട്. 80 ചാട്ടവാറടി, ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് 100 ചാട്ടവാറടി വരെ നൽകിയ സംഭവങ്ങൾ കാണാൻ സാധിക്കും മദ്യപിച്ചു കഴിഞ്ഞാൽ. ഇസ്ലാമിലുള്ള ശിക്ഷയാണ്. വേറെ എവിടെയുള്ളത്? വേറെ ഏതെങ്കിലും മതങ്ങൾക്കോ ഏതെങ്കിലും പ്രത്യയശാസ്ത്രങ്ങൾക്കോ ഏതെങ്കിലും രാഷ്ട്രത്തിന്റെ നിയമങ്ങൾക്കോ ഇതുപോലൊരു വിജയം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അത് ഈ ദീനിന്റെ മഹത്വമാണ്, ഈ ദീനിന്റെ വിശ്വാസത്തിന്റെ മഹത്വമാണ്. സ്വഹാബികൾ പറയാറില്ലേ, സ്വഹാബികൾ പറഞ്ഞു കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്, സ്വഹാബികൾ പറയാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഞങ്ങളോട് വന്നിട്ട് നിങ്ങൾ വ്യഭിചരിക്കരുത്, നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ പലിശ വാങ്ങരുത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളത് കേൾക്കുമായിരുന്നില്ല. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? പരലോകം, അള്ളാഹുവിൽ വിശ്വാസം, മരണം, സ്വർഗം, നരകം, ഇതുപോലുള്ള കാര്യങ്ങളാണ്. ഈ വിശ്വാസം ഞങ്ങളിൽ ഉറച്ചു. പിന്നീട് ഞങ്ങളോട് ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അത് അനുസരിച്ചു എന്നുള്ളത്. ഈ ഒരു വിശ്വാസം കൊണ്ടല്ലാതെ, ഈ ഒരു ദീന് കൊണ്ടല്ലാതെ മനുഷ്യർക്ക് നന്മ കൊണ്ടുവരാനോ മനുഷ്യർക്ക് ബാധിക്കുന്ന ദോഷം ഇല്ലാതാക്കാനോ സാധിക്കില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഇത്. ഹിഫ്ളുൽ അഖൽ, ഒരു മനുഷ്യന്റെ ബുദ്ധിയെ സംരക്ഷിക്കുന്ന കാര്യങ്ങൾ ദീനിൽ കൽപ്പിക്കുന്നുണ്ട്. അത് വിരോധിക്കുന്നുണ്ട്. ഇനി മാനുഷികമായ ഒരാൾ തെറ്റ് ചെയ്താൽ അതിന് തക്കതായ ശിക്ഷ ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടുമുണ്ട്. അപ്പൊ ഒന്നാമത്തേത് ഹിഫ്ളുദ്ദീൻ, ഒരാളുടെ ദീനിനെ യഥാർത്ഥ രൂപത്തിൽ സംരക്ഷിക്കുന്ന നിയമങ്ങൾ. രണ്ടാമത്തേത് ഹിഫ്ളുൻ നഫ്സ്, ഒരാളുടെ ജീവനെ സംരക്ഷിക്കുന്ന നിയമങ്ങൾ. മൂന്നാമത്തേത് ഹിഫ്ളുൽ അഖൽ, ഒരാളുടെ ബുദ്ധിയെ സംരക്ഷിക്കുന്ന നിയമങ്ങൾ. നാലാമത്തേത് ഒരു മനുഷ്യനിൽ നിർബന്ധമായും സംരക്ഷിക്കപ്പെടേണ്ട കാര്യം അവന്റെ ചാരിത്ര ശുദ്ധിയാണ്, അവന്റെ സന്താന പാരമ്പര്യമാണ്, അവന്റെ ആ ജീവിതമാണ്, ആ ലൈംഗിക വിശുദ്ധിയോടുകൂടിയുള്ള ആ ജീവിതം. അതിനെന്താണ് ഇസ്ലാം പഠിപ്പിച്ചുള്ളത്? ഇസ്ലാം വിവാഹത്തിനെ പ്രോത്സാഹിപ്പിച്ചു. ഉറപ്പായിട്ടും ഇന്നത്തെ ആധുനിക സമൂഹം, യുവാക്കളും യുവതികളും, പുതിയൊരു വിഭാഗം ആളുകൾ, ന്യൂ ജനറേഷൻ ആളുകൾ, ഞങ്ങൾക്ക് വിവാഹം വേണ്ട, അത് ശരിയല്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോ ഒരു മനുഷ്യനും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ചിട്ട് അല്ല, എല്ലാ ജന്തുജീവജാലവും സൃഷ്ടിച്ചത് ഇണകളായിട്ടാണ്. ആ ഇണകൾ പരസ്പരം ചേരുമ്പോൾ മാത്രമാണ് അവരിലെ പൂർണ്ണത ആ ഒരു മേഖലയിൽ അവർക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. വിവാഹം എന്നുള്ളത് അതിനുള്ള ഒരു മനുഷ്യന്റെ സന്താന പരമ്പര, മനുഷ്യന്റെ സമൂഹത്തിന്റെ നിലനിൽപ്പ്, ഒരു കുടുംബ പരമ്പര ഏറ്റവും വിശുദ്ധിയോടുകൂടി കാത്തു സൂക്ഷിക്കപ്പെടുന്ന ഒരു സമ്പ്രദായമാണത്. ഇത് വേണ്ട എന്ന് പറയുമ്പോൾ ഉറപ്പാണ് ഒരിക്കലും മനുഷ്യന് ഫിത്രത്തിയായിട്ടുള്ള വികാരങ്ങളെ പിടിച്ചു നിർത്താൻ സാധിക്കൂല. ഇത് വേണ്ട എന്ന് പറയുന്ന ആണാവട്ടെ പെണ്ണാവട്ടെ അവരുടെ ഈ വൈകാരികത തീർക്കാൻ വേണ്ടി ഹറാമായ വഴികൾക്ക് പോകും. അതിന്റെ അനന്തരഫലം എന്താ? പണ്ട് അമേരിക്കയെ പറ്റി പറഞ്ഞ പോലെ ഫാദർലെസ് അമേരിക്ക, തന്തയില്ലാത്ത അമേരിക്ക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കുറെ കുട്ടികളുണ്ടാവും. അങ്ങനെ വ്യഭിചാരം വർദ്ധിക്കും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിഴച്ച ജാരസന്തതികൾ മക്കളിവിടെ വളരും. അതിലൂടെ തന്നെ അതിന്റെ പേരിലുണ്ടാകുന്ന കൊലപാതകങ്ങൾ, അതിന്റെ പേരിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സ്വന്തം ഉപ്പയാരാണ് എന്നറിയാത്ത മക്കൾ ഉണ്ടാകുന്ന ഒരു കാലം ഉണ്ടാകും. അതുണ്ടാവും, അല്ലാതെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നിന്ദ്യതകൾ, അതല്ലാതെ ഒന്നും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. സ്ത്രീകൾക്കൊരു സംരക്ഷണം ലഭിക്കാൻ പോകുന്നില്ല. നോക്കൂ, ഇസ്ലാമിന്റെ മഹത്വം നോക്കൂ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് കിട്ടിയ നിഅമത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കണം. കാരണം മുസ്ലിമായി ജനിച്ച ആളുകൾക്ക് പോലും ഇസ്ലാമിന്റെ ഈ വൈജ്ഞാനിക തലവും ഇസ്ലാമിന്റെ ഈ ഒരു അവസ്ഥയും ഇസ്ലാം എന്നുള്ള അനുഗ്രഹവും അതിന്റെ മഹത്വവും മനസ്സിലാക്കുന്നില്ല. നമ്മളത് ആലോചിക്കുക. അതിൽ ഇസ്സത്തുള്ള ആളുകളാവണം. അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ ഒരു സംശയവുമില്ലാതെ അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകളാവണം. നോക്കൂ, ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? യാ മഅശറ ശബാബ്, ഒരു മനുഷ്യന് അവന്റെ വൈകാരികത ഏറ്റവും നല്ല രീതിയിൽ തോന്നിത്തുടങ്ങുന്ന, അതിന് സാധിക്കുന്ന ഒരു അവസ്ഥയാണ് അവന്റെ യുവത്വം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, യുവാക്കളെ, മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത്ത്, നിങ്ങൾക്ക് ആർക്കാണോ വിവാഹശേഷി എത്തിയിട്ടുള്ളത്, അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒരു സ്ത്രീക്ക് സംരക്ഷണം നൽകാൻ ആവശ്യമായിട്ടുള്ള സാമ്പത്തിക ശേഷി, അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ശേഷി, മാനസികമായിട്ടുള്ള കരുത്ത്, ഇതെല്ലാം ആർക്കാണോ നിങ്ങൾക്ക് വന്നെത്തിയതായി നിങ്ങൾക്ക് തോന്നുന്നത്, ഫൽയതസവ്വജ്, നിങ്ങൾ വിവാഹം കഴിക്കും. എന്നിട്ട് നിങ്ങൾ ഒരു സ്ത്രീയെ സംരക്ഷിക്കുന്ന, അതിലൂടെ ഹലാലായ രീതിയിൽ ഏതൊരു മനുഷ്യനുമുള്ള വൈകാരികത പൂർത്തീകരിക്കുന്ന സ്ത്രീയെ സംബന്ധിച്ചും അത് പൂർത്തീകരിക്കപ്പെടാനുള്ള ഹലാലായിട്ടുള്ള
സംരക്ഷണമേകുന്ന ഒരവസ്ഥയിൽ അത് പൂർത്തീകരിച്ച് അതിലൂടെ ഏറ്റവും നല്ല രീതിയിൽ സന്താന പരമ്പര ഉണ്ടാകുന്ന അവസ്ഥയിൽ നിങ്ങൾ മുന്നോട്ട് പോകുക. എന്തൊരു നല്ല രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ സംവിധാനിച്ചിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇതല്ലാതെ ഇന്നത്തെ ലിബറലിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും എന്താണ് അവർക്ക് പറയാനുള്ളത്? വ്യഭിചരിക്കണം എന്നോ? അതും ഒരു കണക്കുമില്ലാതെ അത് സ്വന്തം പെങ്ങളായാലും സ്വന്തം മകളായാലും സ്വന്തം ഉമ്മയായാലും അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ അനുവദനീയമാണ്, അതാണോ പഠിപ്പിക്കേണ്ടത്? എന്താണെന്ന് ആലോചിച്ച് നോക്കി. ഒരു സാധാരണ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് അതിൽ മനുഷ്യർക്ക് നന്മയുണ്ടെന്ന് പറയാൻ പറ്റുമോ? അതിൽ മനുഷ്യർക്ക് നന്മയുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്നാൽ മനുഷ്യരുടെ നന്മ അത് ഇസ്ലാമിലൂടെ അല്ലാതെ പൂർത്തീകരിക്കപ്പെടുകയില്ല. ഒരു മനുഷ്യന്റെ പാരമ്പര്യം അത് കാത്തു സംരക്ഷിക്കാൻ, ചാരിത്രശുദ്ധി കാത്തു സംരക്ഷിക്കാനുള്ള വ്യവസ്ഥ വിവാഹത്തിലേക്ക് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് യുവാക്കളെയും യുവതികളെയും അവരുടെ പ്രായമെത്തിയാൽ വിവാഹത്തിലേക്ക്, അതിന് ശേഷിയെത്തിയാൽ വിവാഹത്തിലേക്ക് പ്രോത്സാഹിപ്പിച്ചു കൊണ്ട് ദീൻ നിയമമുണ്ടാക്കി. ഇനി ഇതിനെതിരായിട്ടുള്ള ഹറാമായ രീതിയിൽ ഈ മനുഷ്യന്റെ ഫിത്രത്തിയായിട്ടുള്ള ഈ ആഗ്രഹത്തെ പൂർത്തീകരിക്കുന്ന വ്യഭിചാരത്തെ, ഒരു മനുഷ്യന്റെ കുടുംബ പരമ്പരയെ നശിപ്പിക്കുന്ന, അതിനെ ഇല്ലാതാക്കുന്ന വ്യഭിചാരത്തെ, ഒരു സമൂഹത്തിന്റെ മൊത്തം നിലനിൽപ്പിനെ നശിപ്പിച്ചു കളയുന്ന വ്യഭിചാരത്തെ ശക്തമായി താക്കീത് ചെയ്യുകയും ചെയ്തു. അല്ലാഹു തആല പറഞ്ഞെന്തറിയോ? വലാ തഖ്റബുസ്സിന, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത്. ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല, അതൊരു മ്ലേച്ഛതയാണ്, മോശപ്പെട്ട മാർഗമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? ഒരു കാര്യം വിരോധിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കും. അതിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യവും. നോക്കൂ, ഇസ്ലാമില് ഒരു പുരുഷനോട് ദൃഷ്ടി താഴ്ത്താൻ പറഞ്ഞു, ഒരു സ്ത്രീയോട് അവൾ ആകർഷിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ അവളുടെ സൗന്ദര്യം, അവളുടെ മുഖമടങ്ങുന്ന സൗന്ദര്യം മറക്കാൻ പറഞ്ഞു. ഒരു അന്യ സ്ത്രീയും പുരുഷനും ഒറ്റക്കാകരുത് എന്ന് പറഞ്ഞു. ഒരു സ്ത്രീ ഒറ്റക്കൊരു യാത്ര ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ അനുവാദം ചോദിക്കണമെന്ന് പറഞ്ഞു. അത് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം പറഞ്ഞുകൊണ്ടേ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഒരു വീട്ടിലേക്ക് നമുക്ക് ഒളിഞ്ഞു നോക്കുന്നത്, അല്ലെങ്കിൽ ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക് നോക്കരുത് എന്ന് പറഞ്ഞു. അനുവാദം ചോദിക്കുന്ന മേഖല, ദൃഷ്ടി താഴ്ത്തുന്ന മേഖല, അങ്ങനെ തുടങ്ങി വ്യഭിചാരത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ മേഖലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ തടഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഇത്രയും മനുഷ്യർക്ക് നന്മ ഉണ്ടാക്കുന്ന വേറെ എന്താ ഉണ്ടാവുക? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. മനുഷ്യർക്ക് ഇത്രയും നന്മ ഉണ്ടാക്കുന്ന ഒരു നിയമവ്യവസ്ഥ എവിടെ നിന്നുണ്ടാവുക? എവിടെ സ്ത്രീകൾ സംരക്ഷിക്കപ്പെടുന്നത്? ഇതിന് പുറമേയുള്ള ആളുകൾ, ലിബറലിസ്റ്റുകളോ ഏത്തിസ്റ്റുകളോ നിരീശ്വരവാദികളോ സ്വതന്ത്രവാദികളോ, ഇവർ പറയുന്ന നിയമങ്ങൾക്കകത്ത് എങ്ങനെയാണ് ഒരു സ്ത്രീ സംരക്ഷിക്കപ്പെടുക? അവളുടെ സൗന്ദര്യം പിച്ചു ചീന്തപ്പെടുന്ന, അവളെ ഒരു ഉപഭോഗ വസ്തുവാക്കി മാറ്റുന്ന, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സംവിധാനത്തിൽ സ്ത്രീയെ ഇത്ര അധികം സംരക്ഷിക്കുന്ന നിയമവ്യവസ്ഥ ഇസ്ലാമിലല്ലാതെ വേറെ എവിടെയുള്ളത്? അതാണ് പറഞ്ഞത്, ഒരാളുടെ ആ പാരമ്പര്യത്തെ, ചാരിത്രശുദ്ധിയെ, ആണാവട്ടെ പെണ്ണാവട്ടെ, അതിനെ കാത്തു സംരക്ഷിക്കുന്ന ഒരവസ്ഥ ദീനിലുണ്ട്. ഇനി ഇത് ചെയ്തവർക്കോ, വ്യഭിചരിച്ച ആളുകൾക്ക്, അതൊരു അവിവാഹിതനാണ് എങ്കിൽ, അവിവാഹിതനെ സംബന്ധിച്ചിടത്തോളം ഹലാലായ രീതിയിൽ അത് അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു വികാരം പൂർത്തീകരിച്ചിട്ടില്ല, അവനെ സംബന്ധിച്ചിടത്തോളം ചാട്ടവാറടിയും 1 വർഷത്തേക്ക് നാടുകടത്തലും ഉണ്ടാകും. നീ വിവാഹിതനാണ് എങ്കിൽ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരിക്കൽ വിവാഹം കഴിച്ചാൽ മതി. വ്യഭിചരിക്കുന്ന സമയത്ത് അവൻ തൊലാഖായിട്ടുണ്ടെങ്കിൽ കൂടി ജീവിതത്തിൽ ഒരിക്കൽ വിവാഹം കഴിച്ചിട്ട് ഹലാലായ രീതിയിൽ ശാരീരിക ബന്ധം അവൻ പൂർത്തീകരിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നീട് അവൻ എപ്പോൾ വ്യഭിചരിച്ചാലും അവന്റെ മേലെ വധശിക്ഷ നടപ്പിലാക്കും. നോക്കൂ, എത്ര നല്ല നയമാണ് ദീനിലുള്ളത്, എത്ര നല്ല നിയമമാണ് ഒരു തെറ്റിനെ നിർത്താൻ വേണ്ടി ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ മേഖലയിൽ ചാരിത്രശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന മേഖലയുള്ളതാണ് ലിവാത്ത്. പരസ്പരം പുരുഷനും തമ്മിലുള്ള ശാരീരിക ബന്ധങ്ങൾ, അതുപോലെയുള്ള താല്പര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. സ്ത്രീകളെ വിട്ടുകൊണ്ട് പുരുഷനിൽ തന്നെ ഈ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നത്. അവർക്കും ദീനിലെ ശിക്ഷ എന്താണ്? വധശിക്ഷ തന്നെയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ വജദ്തുമൂഹു യഅമലു അമല ഖൗമി ലൂത്തിൻ ഫഖ്തുലൂൽ അൽഫാഇല വൽ മഫ്ഊല ബിഹി. ആരെങ്കിലും ലൂത്ത് നബിയുടെ സമൂഹം ചെയ്ത പ്രവർത്തനം ചെയ്യുന്നത് നിങ്ങൾ കണ്ടെത്തിയാൽ ആ ചെയ്തവനെയും ചെയ്യപ്പെട്ടവനെയും വധിച്ചു കളയണം. എങ്ങനെ വധിക്കണം എന്നുള്ളതിൽ സഹാബികൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസം കാണാം. ചിലർ കത്തിച്ചു കളയണം എന്ന് പറഞ്ഞ് കാണാം, ചിലർ പർവ്വതങ്ങളുടെ മേലെ നിന്ന് താഴ്ത്തിടണം എന്ന് കാണാം, ചിലർ അല്ലാതെ തരത്തിലുള്ള വധശിക്ഷ നടപ്പിലാക്കണം എന്ന് പറഞ്ഞ് കാണാം. എന്നിരുന്നാലും വധശിക്ഷ നടപ്പിലാക്കുക എന്നുള്ളത്, കാരണം അങ്ങനെ ഒരു മ്ലേച്ഛ നിലനിൽക്കണ്ട. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് സമൂഹത്തിലെ ആളുകൾ അതിനുവേണ്ടി വാദിക്കുകയാണ്. അതുകൊണ്ടുള്ള അപകടം ഇവിടെ പ്രകടമായി കാണുകയും ചെയ്യുന്നു.
ഇപ്പൊ നാലാമത്തെ കാര്യം, ദീനിൽ നിർബന്ധമായും ദീനിന്റെ നിയമങ്ങൾ ദീനിന്റെ നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് സംരക്ഷിക്കപ്പെടുന്ന നാലാമത്തെ കാര്യം, ഒരാളുടെ ചാരിത്ര ശുദ്ധി, അവന്റെ ആ പാരമ്പര്യം അത് സംരക്ഷിക്കാൻ വിവാഹത്തിലേക്ക് പ്രോത്സാഹിപ്പിച്ചു, വ്യഭിചാരത്തെ നിരോധിച്ചു. വ്യഭിചാരത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഇസ്ലാമിലൂടെ തടഞ്ഞു, ഇസ്ലാമിലെ നിയമവ്യവസ്ഥകളിലൂടെ തടഞ്ഞു. അതുപോലെ തന്നെ വ്യഭിചരിച്ചു കഴിഞ്ഞാലുള്ള ശിക്ഷയും ഏറ്റവും കഠിനമുള്ളതാക്കി. അതിൽ നിന്ന് ആളുകൾ ഒഴിവായി നിൽക്കാൻ വേണ്ടി തന്നെ. അഞ്ചാമത്തെ കാര്യം, ദീനിൽ നിർബന്ധമായി സംരക്ഷിക്കപ്പെടേണ്ട ദീനിന്റെ നിയമങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന അഞ്ചാമത്തെ കാര്യം ഹിഫ്ദുൽ മാൽ, ഒരു മനുഷ്യന്റെ സമ്പത്താണ്. ഒരു മനുഷ്യന്റെ സമ്പത്ത് സംരക്ഷിക്കപ്പെടണം, അത് ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടണം. അതിനുള്ള നിയമങ്ങൾ ദീനിൽ കാണാം. അതിലൊന്നാമത്തേത്, സമ്പാദിക്കാൻ വേണ്ടി ഹലാലായ രീതിയിൽ സമ്പാദ്യം നേടാൻ വേണ്ടി ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. സൂറത്തുൽ മുൽക്കിലെ 15-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഭൂമിയെ സംവിധാനിച്ചു തന്നു. ഫംശൂ ഫീ മനാകിബിഹാ, നിങ്ങൾ ആ ഭൂമിയുടെ പ്രതലത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക, നടക്കുക. വകുലൂ മിർ റിസ്ഖിഹി, എന്നിട്ട് അല്ലാഹുവിന്റെ റിസ്ഖിൽ നിന്ന് ഭക്ഷിക്കുക. അതായത് നമ്മുടെയും നമ്മുടെ കുടുംബത്തിനെയും ആവശ്യമായ, അവർക്ക് ജീവിത ചെലവുകൾ, ഭക്ഷണവും വസ്ത്രവും അതുപോലുള്ള കാര്യങ്ങൾക്ക് ആവശ്യമായ സമ്പാദ്യം സമ്പാദിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ മേലെ നിർബന്ധമാണ്. അവൻ സമ്പാദിക്കണം. അവന്റെ കഴിവിന് എന്താണോ കഴിയുക ആ നിലക്ക് അവൻ ജോലി ചെയ്ത് സമ്പാദിക്കേണ്ടത്. പിന്നെ മുസ്ലിം തന്നെ ഒരു ഹദീസിൽ പറഞ്ഞു, മാ അകല അഹദുൻ തുആമൻ ഖത്തു ഖൈറൻ മിൻ അയകുല മിൻ അമലി യദിഹി. ഒരാൾ സ്വന്തം കൈകൊണ്ട് പണിയെടുത്ത് ഭക്ഷിക്കുന്ന, അഥവാ യാചിച്ചുകൊണ്ടോ അങ്ങനെയൊന്നുമല്ലാതെ സ്വന്തം കൈകൊണ്ട് പണിയെടുത്ത് ഭക്ഷിക്കുന്നതിനേക്കാൾ നല്ലൊരു ഭക്ഷണം അവൻ ഭക്ഷിക്കുന്നില്ല എന്നാണ്. അപ്പൊ സമ്പാദിക്കാനും ജോലി ചെയ്യാനുമുള്ള പ്രോത്സാഹനം ദീനിലൂടെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ആ സമ്പത്തിനെ തെറ്റായ രീതിയിൽ, ഹറാമായ രീതിയിൽ ഒന്നും സമ്പാദിക്കാൻ പാടില്ല. പലിശ പോലുള്ള കാര്യങ്ങൾ വിരോധിച്ചിട്ടുണ്ട്. ഒരു സാധുക്കളുടെ സമ്പത്ത് സമ്പന്നരായിട്ടുള്ള ആളുകൾ അന്യായമായി തിന്നുന്ന പലിശ പോലുള്ള കാര്യങ്ങൾ ശക്തമായി തന്നെ വിരോധിച്ചു. അതുപോലെ തന്നെ ഒരാളുടെ സമ്പത്ത് അനാവശ്യമായ രീതിയിൽ ചെലവഴിക്കാതിരിക്കാനുള്ള വിരോധനങ്ങൾ കാണാം. ഇപ്പൊ ചില ആയത്തുകൾ നോക്കൂ. സൂറത്ത് നിസായിലെ 5-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, വലാ തുഅ്തുസ് സുഫഹാഅ അംവാലകും അല്ലതി ജഅല അല്ലാഹു ലക്കും ഖിയാമ. അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചുള്ള സമ്പത്ത് നിങ്ങൾ വിഡ്ഢികളെ ഏൽപ്പിക്കരുത്. ഒരാൾക്ക് സമ്പത്തുണ്ട്, ആ സമ്പത്ത് നേരാവണ്ണം അതിന്റെ ഉപയോഗിക്കാൻ അറിയാത്ത വിഡ്ഢികളെയോ അല്ലെങ്കിൽ പക്വതയില്ലാത്ത കുട്ടികളെയോ അങ്ങനെയൊന്നും പണം ഏൽപ്പിച്ച് അതിനെ നശിപ്പിച്ചു കളയുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് അള്ളാഹു പറയാം. മറ്റൊരായത്തിൽ സൂറത്തുൻ നിസായിലെ 29-ാമത്തെ ആയത്തിൽ, വലാ തഅ്കുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ. ബാത്തിലായ രീതിയിൽ നിങ്ങൾ പരസ്പരമുള്ള സമ്പത്ത് തിന്നരുത്. ഇപ്പൊ കച്ചവടത്തിലാവട്ടെ അതല്ലാത്ത രീതിയിലാവട്ടെ, കട്ടെടുക്കാനോ അല്ലെങ്കിൽ പലിശ ഇനത്തിലോ അല്ലെങ്കിൽ കള്ളമായിട്ടുള്ള കച്ചവടം നടത്തിയിട്ടോ അല്ലെങ്കിൽ കള്ളത്തരം കാണിച്ചിട്ടോ നുണ പറഞ്ഞിട്ടോ ചതിച്ചോ വഞ്ചിച്ചോ ഇങ്ങനെയൊന്നും സമ്പാദിക്കാൻ പാടില്ല. അതായത് അത് അവന്റെ സമ്പത്തിനും അല്ലാത്ത ആളുകളുടെ സമ്പത്തിനുള്ള സംരക്ഷണമാണ്. ദീനിൽ കച്ചവടപരമായിട്ടുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിലുള്ള നിയമങ്ങൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അല്ലെങ്കിൽ ഒരാളുടെ സമ്പത്ത് അനന്തരമായി നൽകുന്ന അനന്തരാവകാശ നിയമങ്ങൾ വേറെ ഒരു ആദർശത്തിനും മുമ്പോട്ട് വെക്കാൻ സാധിക്കാത്ത അത്രയും കൃത്യമായിട്ടുള്ള ഒരു നിയമവ്യവസ്ഥ ഇസ്ലാമിനകത്തുണ്ട്. ഇനി കട്ടെടുത്തു കഴിഞ്ഞാൽ ഒരാളുടെ സ്വത്ത് പലിശയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റങ്ങളെല്ലാം പരലോകത്തെ ശിക്ഷയും ഗൗരവവും എല്ലാം പറഞ്ഞിട്ടുണ്ട്. കട്ടെടുത്താൽ ഒരാളുടെ സമ്പത്ത് മറ്റൊരാൾ കട്ടെടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ എന്താണ്? അവരുടെ കൈ വെട്ടിക്കളയാനാണ്, കൈപ്പത്തി വിടണ്ട് വെട്ടിക്കളയാന്നുള്ളതാണ് ശിക്ഷ. എത്ര ഗൗരവമുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ സമ്പത്തിനെ, അയാളുടെ സമ്പത്ത് വ്യക്തിപരമായിട്ടും സമൂഹത്തിന്റെയും സംരക്ഷിക്കുന്ന നിയമങ്ങളാണ് ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കി, ഈ 5 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ നിർബന്ധമായി സംരക്ഷിക്കപ്പെടേണ്ട കാര്യങ്ങളല്ലേ? ഒരാളുടെ ദീന്, ഒരാളുടെ ജീവൻ, ഒരാളുടെ ബുദ്ധി, ഒരാളുടെ ചാരിത്രം, പാരമ്പര്യം, ഒരാളുടെ സമ്പത്ത്. ഇസ്ലാമിലെ ഏത് നിയമം എടുത്തു നോക്കിയും ഈ 5 കാര്യങ്ങൾ മസ്ലഹത്തിന് വേണ്ടിയല്ലാതെ, ഇതിനെ സംരക്ഷിക്കാനും ഇതിനെതിരായിട്ടുള്ളതിനെ ഇല്ലാതാക്കാനുമല്ലാതെ ഇതിനെ കേടുവരുത്തുന്ന ഒരു നിയമം പോലും ഇസ്ലാമിലില്ല. സുബ്ഹാനല്ലാഹ്. ഈ ഒരു മനുഷ്യന് ഈ 5 കാര്യങ്ങൾക്ക് ദോഷം വരുത്തപ്പെടുന്ന ഒരു നിയമമോ ഒരു രീതിയോ ഒരു പ്രവർത്തനമോ ഒരു കർമ്മമോ ദീനിലില്ല. അത്രയും
കൃത്യമായി കൊണ്ട് ദീനിന്റെ നിയമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ഈ ദീനിനെ നമ്മൾ മനസ്സിലാക്കാതെ പോയാലോ, ഈ ദീൻ എന്ന അനുഗ്രഹത്തെ നമ്മൾ മനസ്സിലാക്കാതെ പോയാലോ, ഇതിന്റെ പ്രബോധനത്തിലും ഇത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിലും നാം ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന ആളുകളായി പോയാലോ? ഈ സമൂഹത്തിൽ ഇത്ര അധികം ബാത്തിലുകൾ, ഒരു മനുഷ്യനെ ഏറ്റവും ദോഷം വരുത്തുന്ന, അവന്റെ ബുദ്ധിയെ നശിപ്പിച്ചു കളയുന്ന, അവന്റെ ജീവന് ദോഷം ചെയ്യുന്ന, അവന്റെ പാരമ്പര്യത്തെ ശിഥിലമാക്കുന്ന അങ്ങനെയുള്ള വിശ്വാസങ്ങളും കാര്യങ്ങളും പറഞ്ഞു പരത്തുന്ന, ഇച്ഛകളെ ആരാധിക്കുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിനെ മാത്രം നമ്മൾ മനസ്സിലാക്കണം. ഇത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും വേണം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണ്. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു പറയാണ്, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലയബ്ലുഗന്ന ഹാദൽ അംറു മാ ബലഗ അൽ-ലൈലു വൻ-നഹാർ. തീർച്ച ഈ ദീൻ എത്തിച്ചേരുക തന്നെ ചെയ്യും. രാവും പകലും എവിടെയെല്ലാം എത്തിച്ചേരുന്നുണ്ടോ അവിടെയെല്ലാം എത്തിച്ചേരും. വലാ യത്റുകുല്ലാഹു ബൈത മദരിൻ വലാ വബരിൻ, ഒരു പട്ടണമോ ഗ്രാമമോ ഉണ്ടാവുകയില്ല, ഇല്ലാ അദ്ഖലഹുല്ലാഹു ഹാദദ്ദീൻ, അല്ലാഹു ഈ ദീൻ എത്തിക്കാതെ, ബിഇസ്സിൻ അസീസ്, ഒന്നെങ്കിൽ പൂർണ്ണമായ പ്രതാപത്തോടുകൂടി, ഔ ബിദുല്ലിൻ ദലീൽ, അല്ലെങ്കിൽ ആ ആളുകളിൽ നിന്ദ്യതയോടുകൂടി. എന്താണ് അതിന്റെ ഉദ്ദേശം? ഇസ്സൻ യുഇസ്സുല്ലാഹു ബിഹി അൽ-ഇസ്ലാം, അത് സ്വീകരിക്കുന്ന ആളുകൾ ആ ഇസ്ലാം കൊണ്ട് പ്രതാപം നേടും. വദുല്ലൻ യുദില്ലുല്ലാഹു ബിഹി അൽ-കുഫ്ർ, അതിനെ നിഷേധിക്കുന്ന ആളുകൾ ആ കുഫ്ർ കൊണ്ട് നിന്ദ്യത അനുഭവിക്കുന്ന അവസ്ഥയും ഉണ്ടാകുമെന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു സമൂഹത്തിൽ നമ്മുടെ മേലുള്ള ഒരു ബാധ്യത തന്നെയാണ് ഇസ്ലാമിന്റെ മഹത്വം മനസ്സിലാക്കുക എന്നുള്ളത്. ഇസ്ലാമിന്റെ ഈ ഇത് യഥാർത്ഥത്തിൽ ഞാൻ ചുരുക്കി ഈ കാര്യം എന്താണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത് യഥാർത്ഥത്തിൽ ദീനിന്റെ ഉസൂലുകളിൽ, ഖവായിദുൽ ഫിഖ്ഹിൽ, ഉസൂലുൽ ഫിഖ്ഹിൽ പല കാര്യങ്ങൾക്കും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് ഈ 5 കാര്യങ്ങൾ. ഇത് വിശാലമായിട്ടുള്ള വിഷയമാണ്. പക്ഷെ ഇങ്ങനൊരു കാര്യമുണ്ട് എന്ന് അറിയിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് തന്നെ നമുക്ക് അത്ഭുതമാണ്. അത് തന്നെ ഇസ്ലാമിന്റെ വൈജ്ഞാനിക തലയും ഇസ്ലാം ആളുകൾ ഉണ്ടാക്കുന്ന നന്മയും അതിന്റെ മസ്ലഹത്തും എല്ലാം വ്യക്തമാക്കുന്നതാണ്. അപ്പൊ ഈ സമൂഹത്തിൽ മുസ്ലിം എന്ന നിലക്ക് നമുക്ക് ചില ബാധ്യതകളുണ്ട്. ഒന്ന്, ഈ ഇസ്ലാമിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്, അതിൽ സ്വന്തത്തിൽ ഇസ്സത്തുള്ളവരാവുക എന്നുള്ളത്. ഒന്ന്, ഈ സമൂഹത്തിൽ നമ്മുടെ കഴിവിന്റെ പരമാവധി എന്താണോ നമുക്ക് സാധിക്കുക ആ നിലയിൽ ഇസ്ലാം കൊണ്ടല്ലാതെ ഇന്ന് സമൂഹത്തിലുള്ള വ്യക്തിപരമാവട്ടെ സമൂഹത്തിനെ മൊത്തം ബാധിക്കുന്നതാവട്ടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദീനിലേക്ക്, തൗഹീദിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഈ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കണം. ഇത് ഈ ദീന് എത്തിച്ചു കൊടുക്കുന്നതിൽ നമ്മൾ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കണം. ഒരാളും അതിലൊരു അലസത കാണിക്കാതെ പണിയെടുക്കേണ്ട ഒരു സമയത്താണ് നമ്മൾ ഇവിടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഈ കാര്യങ്ങളെയാണ് ഉലമാക്കൾ മഖാസിദുശ് ശരീഅ, ഹിഫാദത്തുദ്ദീൻ എന്നുള്ള പേരുകളിലെല്ലാം പറയാറുള്ളത്. അഥവാ ഈ 5 കാര്യങ്ങളാണ് ശരീഅത്തിന്റെ ലക്ഷ്യങ്ങൾ. ദീനി നിയമങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ 5 കാര്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇത് കൂടുതൽ പഠിക്കേണ്ട, കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് അറിയാനും പഠിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല നമ്മളെ യഥാർത്ഥ മുസ്ലിം ആയിക്കൊണ്ട് ഇസ്ലാമിൽ ഇസ്സത്ത് കാണുന്ന, അതിൽ പ്രതാപം കണ്ടെത്തുന്ന ആളുകളായിക്കൊണ്ട് ജീവിപ്പിക്കുകയും ഇസ്ലാമിലായിക്കൊണ്ട് മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക്, أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.